നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാംസ് ഒക്കെ കഴിഞ്ഞില്ലേ? +2 10ാം ക്ലാസിന്റെ ഒക്കെ എക്സാം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റിസൾട്ട് അടുത്ത മാസം ജൂൺ 20th വരും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് അറിയാനും, അതുപോലെ തന്നെ എത്ര മാർക്കാണ് നമ്മൾക്ക് വിജയിക്കാനായിട്ട് വേണ്ടത്. നമ്മളിപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, 100 മാർക്ക്, 85 മാർക്ക്, 40 മാർക്കൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, എഴുത്ത് പരീക്ഷ. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് പ്രാക്ടിക്കൽ എത്ര മിനിമം വേണം, തിയറിയിൽ എത്ര മിനിമം വേണം, നമ്മുടെ അസൈൻമെന്റ് മാർക്ക് എത്ര കയറണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഒരു വിദ്യാർത്ഥി റിസൾട്ട് വരുമ്പോൾ വിജയിച്ചു അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ട്സ് ആണ്. റിസൾട്ട് വരുമ്പോൾ എനിക്ക് അതിൽ എത്ര മാർക്ക് ഉണ്ടല്ലോ, അതിൽ ഇത്ര മാർക്ക് ഉണ്ടല്ലോ, എന്താ ഞാൻ തോറ്റുപോയത്, എന്താ എനിക്ക് അവിടെ പാസ് കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. മക്കളെ, റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾക്കറിയണം, എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നത്, അതിന്റെ മാർക്ക് നമുക്ക് വരുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2024 പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികളൊക്കെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമായി കൊടുക്കുന്ന ഒരു കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്. സോ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയി. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഒരു ഫ്രീ ക്ലാസ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ആകെ നിങ്ങളിപ്പോൾ NIOS പഠിച്ച കുട്ടി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബോർഡിൽ നിന്ന് +2 പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളത് മാത്രം നിങ്ങളൊരു പ്രൂഫ്, അതായത് നമ്മുടെ റിസൾട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് അതല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് എന്തെങ്കിലും ഒരു സ്റ്റുഡന്റ് എന്നുള്ളൊരു പ്രൂഫ് മാത്രം നമുക്ക് നൽകിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എൻറോൾ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നെക്സ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ട്സ് ആണ്, എന്താണ് ഇപ്പോൾ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിസൾട്ട് വന്നിട്ട് ഞാൻ അത് എടുത്താൽ പോരെ എന്നുള്ളതാണ്. മക്കളെ, ഒരുപാട് പേർക്ക് ഡിഗ്രിയുടെ ഒന്നും ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ഒന്നും എവിടെ നിന്ന് കിട്ടത്തില്ല. നമ്മളിപ്പോൾ BA ഇംഗ്ലീഷ് എടുക്കണോ, BA പൊളിറ്റിക്സ് എടുക്കണോ, BS ഹിസ്റ്ററി എന്താ ബെനിഫിറ്റ് ഉണ്ടോ, അത് PSCക്ക് അപ്രൂവൽ ആണോ, സോഷ്യോളജി എന്താ മട്ടം, അതേപോലെ ഓരോന്നിനെ കുറിച്ചിട്ടും നമുക്ക് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, എത്ര ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അത് നമ്മൾ +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ഡിഗ്രി ഏതെടുക്കാം, +2 കൊമേഴ്സ് ആണെങ്കിൽ ഏതെടുക്കാം, സയൻസ് എടുത്തവർക്ക് ആർട്സിലോട്ട് വരാൻ സാധിക്കുമോ, ഇനി ഇതൊക്കെ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമോ, ഇനി വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ്, ഇനി എൻ്റെ ഭാവിയിൽ എനിക്കൊരു ജോബ് സാധ്യത അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഞാനൊരു PSC മേഖലയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഏതാണ് നല്ലത്, ഇങ്ങനെ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആയിരിക്കും നമ്മുടെ മക്കളുടെ മൈൻഡിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. സോ ഇപ്പോൾ ഫ്രീ ടൈമാണ് മക്കളെ, വെറുതെ ഇരിക്കുന്ന സമയമാണ്, വെറുതെ കളയണ്ട. ജസ്റ്റ് അറ്റൻഡ് ദിസ് ഫ്രീ സെഷൻ. ഈ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ രജിസ്ട്രേഷൻ ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ വീക്ക് മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുള്ളൂ. സോ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് നിങ്ങളൊരു ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് വരും. അതിൽ നമ്മൾ കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അഭിരുചിക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് പേപ്പേഴ്സ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ PSC സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനുള്ളത്. സോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാൻ പറ്റും എനിക്ക് ഏറ്റവും നല്ലത് +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ വിദ്യാർത്ഥി, എനിക്ക് നല്ലത് BA ഇംഗ്ലീഷ് ആണ്, BA സോഷ്യോളജി, BSW ആണ്, BCom ആണ്, BEB ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോഴ്സ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ NIOSന്റെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ നമ്മൾ വിജയിച്ചു എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, റിസൾട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ, പാസിംഗ് മാർക്സ്, ഒരു മിനിമം എത്ര മാർക്ക് വേണം, അതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. സോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട്സ് ആണ്, നമ്മൾ എത്ര മാർക്കിന് എഴുതി അത് എത്ര മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും, ഇനി എത്ര മാർക്ക് എനിക്ക് പാസ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മക്കളെ ഇത് ശ്രദ്ധിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ NIOSൽ +2 അതല്ലെങ്കിൽ 10ാം ക്ലാസ് SSLC ലാബ് ഇല്ലാത്ത സബ്ജക്ട്സ്, അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സുകളായിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, അറബി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മലയാളം, അറബി, അതേപോലെ സോഷ്യൽ സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള ലാബ് ഇല്ലാത്ത പേപ്പേഴ്സ് ആണോ നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ
100 മാർക്കിനായിരിക്കും എഴുത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. മാക്സിമം 100 മാർക്കിനായിരിക്കും നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ NIOS പാസ് മാർക്ക് എന്ന് പറയുന്നത് 33 മാർക്കാണ്. 100-ൽ 33% അഗ്രിഗേറ്റ് മാർക്കാണ് NIOS ആവശ്യപ്പെടുന്നത്. സോ ഈ 100 മാർക്കിന് നിങ്ങൾ എഴുത്ത് പരീക്ഷ എഴുതുമ്പോൾ ആ 100-ൽ നിങ്ങൾ 33 മാർക്ക് സ്കോർ ചെയ്യണം. 33 മാർക്ക് ഔട്ട് ഓഫ് 100 മാർക്ക്. നിങ്ങൾ എഴുതിയ തിയറിയിൽ 100 മാർക്കിനായിരിക്കും നിങ്ങൾ ഈ എക്സാം, ഈ പറഞ്ഞ സബ്ജക്ട്സിനൊക്കെ നിങ്ങൾ 100 മാർക്കിനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇത് ലാബ് ഇല്ലാത്ത പേപ്പേഴ്സ്, പ്രാക്ടിക്കൽ ഇല്ലാത്ത, പ്രാക്ടിക്കൽ ഉള്ളത് ഞാൻ വേറെ പറഞ്ഞുതരാം. സോ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ് ആണ് ഈ മക്കളെ 100 മാർക്കിനായിരിക്കും നിങ്ങൾ മൊത്തമായിട്ട് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവുക. സോ അതിൽ നിങ്ങൾ 33 മാർക്കാണ് അഗ്രിഗേറ്റഡ് മാർക്ക് നിങ്ങൾ അതിൽ സ്കോർ. ആ തിയറി നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 33 മാർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കൺവേർഷൻ എങ്ങനെയാണ് NIOS ഇത് വാലിഡ് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മക്കളെ. എഴുത്ത് പരീക്ഷ ഈ സബ്ജക്ട്സുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളത് 100 മാർക്കിനാണ്. ഈ 100 മാർക്കിൽ നിങ്ങൾ 33 മാർക്ക്, ഇപ്പൊ 100 മാർക്കിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 33 മാർക്ക് അതിൽ വേണം. ഓക്കെ, മിനിമം 33 വേണം. അതിന് മുകളിൽ നിങ്ങൾക്ക് 43, 53, 100 എടുത്തോ നോ പ്രോബ്ലം. മിനിമം നിങ്ങൾ 33 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, ഈ 100 മാർക്കിനെയാണ് ഇവർ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം എന്താ, 100 മാർക്ക് എഴുത്ത് പരീക്ഷ മാത്രം പോരാ, നമുക്ക് ഇതിൽ അസൈൻമെന്റ് ആഡ് ചെയ്യണം. TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് മാർക്ക് ആയിട്ടുള്ള 20 മാർക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ 100 മാർക്കിനെ നമ്മൾ എഴുതിയ 100-ൽ 100 മാർക്ക് ഉണ്ടോ, ആ 100 മാർക്കിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തത് 80ലോട്ട് ഷോർട്ട് ചെയ്യും. എത്രയിലോട്ട്? 80ലോട്ട് ഷോർട്ട് ചെയ്യും. സോ ഇവിടെ 100-ൽ 100 കിട്ടിയ കുട്ടിക്ക് 80ലോട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 80-ൽ 80 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാക്സിമം മാർക്ക് നമ്മൾ ഈ ഒരു കൺവേർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു 80 മാർക്കിലോട്ട് വരികയാണ്. ഇപ്പൊ കുട്ടികളുടെ ഡൗട്ട്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഒരു 80 മാർക്ക്, ഓക്കെ 80 മാർക്കിൽ 33, ഇപ്പൊ 100-ൽ 33 എടുത്ത കുട്ടിക്ക് 80-ൽ 33 ആകുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല, 100-ൽ 33 എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 26 മാർക്കായിരിക്കും. സോ 100-ൽ 33 സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 26 മാർക്കാണ്. സോ നിങ്ങൾ 26 മാർക്ക് എടുത്താൽ മതി തിയറി പാസ്സാവാൻ. ഓക്കെ, നിങ്ങൾക്ക് കോമ്പിറ്റൻസി തിയറിയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ മിനിമം 26 മാർക്ക് സ്കോർ ചെയ്താൽ മതി. സോ ഈ 26 മാർക്ക് സ്കോർ ചെയ്ത് ഒരിക്കലും നിങ്ങൾ പാസ്സാവുന്നില്ല. അതിന് നമുക്ക് 100-ൽ 33 മാർക്ക് തന്നെ വേണം. ഓക്കെ, സോ മക്കളെ ഇവിടെ നോക്കൂ, 100 മാർക്കിന് നിങ്ങൾ എഴുത്ത് പരീക്ഷ എഴുതി ആ 100 മാർക്കിന് 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അവിടെ 100-ൽ നിങ്ങൾ 33 മാർക്കാണ് പാസ് മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു. ആ 33 ഇവിടെ 80-ൽ 26 ആയി. ഓക്കെ, എന്നാൽ ഈ 80-ലല്ല നമ്മുടെ എക്സാം നടക്കുക. അതിന്റെ കൂടെ നമുക്കൊരു 20 മാർക്ക് ഇന്റേണൽ അസസ്മെന്റ് അഥവാ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് വരും. സോ ഈ 80 മാർക്കും ഈ 20 മാർക്കും കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, 100 മാർക്ക് വരുന്നത്. കണ്ടോ? സോ ഈ 80 മാർക്ക് പ്ലസ് നമ്മുടെ അസൈൻമെന്റ് 20 മാർക്ക് കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഫൈനലി 100 മാർക്സ് വരുന്നത്. സോ ഈ 100 മാർക്ക് നേടുമ്പോൾ ഇവിടെ നമ്മൾ 26 80-ൽ മാത്രം സ്കോർ ചെയ്തത്. സോ ബാക്കി 33 ആവാൻ നമുക്ക് എത്ര മാർക്കിന്റെ കുറവുണ്ട്? 7 മാർക്കിന്റെ കുറവുണ്ട്. സോ ഇവിടെ തിയറിയിൽ നിങ്ങൾ 26 മാർക്കാണ് സ്കോർ ചെയ്തെങ്കിൽ ബാക്കി നിങ്ങൾ TMA അസൈൻമെന്റ് 20-ൽ നിങ്ങൾ ഒരു 7 മാർക്ക് മിനിമം സ്കോർ ചെയ്താൽ മതി. സോ 80 + 20 എത്ര? 100 മാർക്കാണ്. അതേപോലെ 26 + 70 എത്ര? 33. കണ്ടോ? അപ്പോഴാണ് നമുക്ക് 33 33% അഗ്രിഗേറ്റ് മാർക്ക് വരുന്നത്. 100-ൽ 33 സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഒന്നുകൂടി നോക്കൂ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. മക്കളെ നോക്കൂ, 100 മാർക്കാണ് നിങ്ങൾ എഴുത്തു പരീക്ഷ എഴുതിയത്. ഈ പറഞ്ഞ സബ്ജക്ട്സ് ഇംഗ്ലീഷ്, മലയാളം, അറബി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, സോഷ്യൽ സയൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം 10ാം ക്ലാസ്സിലൊക്കെയുള്ള പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെയും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയം കുറച്ച് പേപ്പേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. സോ 100 മാർക്കിനാണ് നിങ്ങൾ എഴുത്തു പരീക്ഷ എഴുതിയത്. ഈ 100 മാർക്ക് നിങ്ങൾ എഴുതിയപ്പോൾ അതിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 33 മാർക്കാണ്. ഓക്കെ, സോ 100-ൽ 33 ആണെങ്കിൽ ആ 100-നെ ഇവർ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. സോ 100 മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ 100 / 100 × 80 is equal to എത്ര എന്നുള്ളത് നോക്കുക. അപ്പൊ 100-ൽ 100 സ്കോർ ചെയ്ത കുട്ടിക്ക് 80-ക്ക് എത്ര? 80 മാർക്ക് ആയിരിക്കും. ഇനി നമുക്ക് വേറെ സംശയം നോക്കാം. 100-ൽ ഒരു വിദ്യാർത്ഥി ഒരു 50 മാർക്കാണ് നേടിയത് നോക്കൂ. 50 മാർക്കേ നേടിയിട്ടുള്ളൂ. നേരത്തെ ഞാൻ 100-ൽ 100 മാർക്ക് വാങ്ങുമ്പോഴാണ് 80-ന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ 100-ൽ 50 മാർക്കേ നേടിയിട്ടുള്ളൂ എന്ന് കരുതുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 / 100 × 80 എന്ന് പറയുമ്പോൾ ഈ 0 വെട്ടിപ്പോവും. ഈ 0 കണക്കാണ്, നോക്കേണ്ട ആവശ്യമില്ല. 8 × 5 കണ്ടോ? അപ്പൊ നിങ്ങളെ ടോട്ടൽ മാർക്ക് എത്ര? 100-ൽ നിങ്ങൾ 50 മാർക്കാണ് നേടുന്നത് എങ്കിൽ 100-ൽ 50 മാർക്കാണ് നേടിയിട്ടുണ്ടെങ്കിൽ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 40 മാർക്കായിട്ട് ചുരുങ്ങും. ഓക്കെ, അതേപോലെയാണ് നമ്മുടെ കൺവേർഷൻ എങ്ങനെയെന്ന് മനസ്സിലായോ? അതായത് ടോട്ടൽ മാർക്ക് ഒബ്റ്റൈൻഡ് മാർക്ക്, നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് അതിന്റെ താഴെ നിങ്ങൾ മൊത്തം എഴുതിയ മാർക്ക് അതിനെ 80 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ അഗ്രിഗേഷൻ മാർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാർക്ക് കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങളിപ്പോൾ 100 മാർക്കിനാണ് എക്സാം എഴുതിയെങ്കിൽ അതിനെ മിനിമം നിങ്ങൾ 33 മാർക്ക് നേടിയാലേ അത് പാസ് ആവുള്ളൂ. അപ്പൊ ഇതിനെ ഈ 33 മാർക്കിനാണ് 80ലോട്ട് കൺവേർട്ട് ആകുമ്പോൾ 26ലോട്ട് വരുന്നത്. ഓക്കെ, സോ 80-ൽ 26 എന്ന് പറയുന്നത് 100-ൽ 33 ആണ്. 100-ൽ 33 ഇപ്പോ 33 മാർക്ക് 100-ൽ നേടിയ കുട്ടി അതിന് 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് നോക്കൂ, ഇത് നിങ്ങൾ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 26 ആണ്. ഓക്കെ,
100ൽ 33 നേടിയാൽ നമുക്ക് പാസ്സാണ്, ജസ്റ്റ് പാസ്. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ തിയറിയിൽ മാത്രമാണ് പാസ്. നമുക്ക് ഇതിന്റെ അസൈൻമെന്റ് മാർക്കും കൂടി നോക്കിയിട്ട് മൊത്തത്തിൽ അഗ്രിഗേറ്റ് വേണം. ഇത് പറയുമ്പോൾ കുട്ടികൾ 26 80 നേടിയാൽ തന്നെ പാസ്സാവും, 100ൽ 33 നേടിയാൽ തന്നെ പാസ്സാവും. അങ്ങനെയല്ല, 100ൽ 33 നേടിയാൽ അസൈൻമെന്റ് ഇല്ലാതെ പാസ്സാകാൻ പറ്റില്ല. സോ 100ൽ നിങ്ങൾ ഒരു 60 70 നേടിയാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ഇല്ലാതെയും പാസ്സാകാൻ പറ്റും. സോ ഇവിടെ നോക്കൂ, ഇനി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ, 100ൽ 33 നേടിയ കുട്ടി 80 26 ആണ്. സോ 26 80ൽ നമുക്ക് ലഭിച്ചു. ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ അസൈൻമെന്റ് മാർക്ക് 20 വരും. ഓക്കെ, അപ്പോൾ 26 കിട്ടിയ പിന്നെ നമുക്ക് 33, അതായത് 80ഉം 20 എന്ന് പറഞ്ഞാൽ മൊത്തം 100 നമ്മുടെ ഫൈനൽ മാർക്ക്. അപ്പോൾ 80ന്റെ കൂടെ 20 കൂടി ആഡ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ 26ക്ക് നമുക്ക് 33 ആകാൻ ഒരു 7 മാർക്ക് മതി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ 80ൽ 26ന്റെ പകരം 80ൽ നിങ്ങൾ 80 മാർക്ക് നേടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ അസൈൻമെന്റ് 0, അസൈൻമെന്റ് ആബ്സെന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ 80 മാർക്ക് വെച്ചിട്ട് ഇവിടെ അഗ്രിഗേറ്റ് മാർക്ക് 80 തന്നെ വരും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പാസ്സാൻ പറ്റും. അപ്പോൾ അസൈൻമെന്റ് ഇല്ലാതെ പാസ്സാകാൻ പറ്റും എന്ന് ചോദിച്ചാൽ പറ്റും. അതിനെന്ത് ചെയ്യണം? തിയറിയിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് 100ൽ 30 കിട്ടിയാൽ പോരാ, 100ൽ 33 കിട്ടിയാൽ പോരാ, 100ൽ ഒരു 50 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കേട്ടോ അസൈൻമെന്റ് മാർക്കിന്റെ അളവ് കുറയും, നമുക്ക് എടുക്കേണ്ട മാർക്ക് കുറഞ്ഞു വരും. അപ്പൊ അസൈൻമെന്റ് മാർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മുടെ ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിന്റെ ക്രൈറ്റീരിയ. ഇനി നമുക്ക് ലാബ് ഉള്ള സബ്ജക്ട്സ് എങ്ങനെയാണ് വരിക നോക്കാം. ഇനി നമ്മൾ ലാബുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 100 മാർക്കിനാവില്ല നമ്മൾ എഴുത്തു പരീക്ഷ എഴുതി. കാരണം എന്താ, അവിടെ നേരത്തെ നമുക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അസൈൻമെന്റ് മാർക്കും നേരെ നമ്മുടെ തിയറി മാർക്കും മാത്രമാണ് മെർജ് ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടെ തിയറി പേപ്പേഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷ വരുന്നുണ്ട്, അതിന്റെ മാർക്ക് ഇൻക്ലൂഡ് ചെയ്യണം, അതിന്റെ കൂടെ അസൈൻമെന്റ് വരുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണ് ഈ മക്കളെ നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുക, തിയറി മാർക്കും നിങ്ങളുടെ TMA മാർക്കും മാത്രം വെച്ചിട്ടാണ് നമ്മൾ 100 മാർക്ക് കൺസിഡർ ചെയ്യുക. എന്നാൽ പ്രാക്ടിക്കൽ വരുമ്പോൾ ആ പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടി ഇതിലോട്ട് ആഡ് ആവും. സോ ഈ 3 മാർക്കും കൺസിഡർ ചെയ്തിട്ടാണ് 100 മാർക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പേപ്പേഴ്സ് നിങ്ങൾ 80 മാർക്കിനായിരിക്കും എഴുത്തു പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അത് 80-ലല്ല കൺസിഡർ ചെയ്യുക. 80 മാർക്ക് നിങ്ങളുടെ എഴുതിയ എഴുത്തു പരീക്ഷ തിയറി മാർക്ക് അവരെന്ത് ചെയ്യും? 64 മാർക്കിലോട്ട് ഷോർട്ട് ചെയ്യും. എത്ര മാർക്കിലോട്ട്? 64 മാർക്കിലോട്ട് അതിനെ ഷോർട്ട് ചെയ്യും, അതായത് കൺവേർട്ട് ചെയ്യും. സോ നേരത്തെ 100നെ 80ലോട്ട് കൺവേർട്ട് ചെയ്ത പോലെ ഇവിടെ 80നെ 64ലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഈ 64ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 80ലാണെങ്കിൽ 28 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് പാസ്സാവാൻ വേണ്ടിയിട്ട്. 80ൽ 28 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. എന്നാൽ 64ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 22 മാർക്ക് എടുക്കാം. ഓക്കെ, 80ൽ 28 മാർക്ക് എടുത്തൊരു കുട്ടി അതിന്റെ 64ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 22 മാർക്കായിരിക്കും. അതെങ്ങനെ നോക്കാം? 80 നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 80/80 × 64 എത്ര നോക്കിയാൽ മതി. ഓക്കെ, അത് 64 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 28 മാർക്ക് 80ൽ സ്കോർ ചെയ്തൊരു വിദ്യാർത്ഥിക്കാണ് ഇവിടെ 22 മാർക്ക് കിട്ടുക. ഓക്കെ, 22 മാർക്ക് കിട്ടിയാലാണ് 64 നമ്മൾ പാസ്സാവുക. സോ 22 ഔട്ട് ഓഫ് 64 കിട്ടണം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഒരു 80 മാർക്ക് തിയറി മാത്രമാണ്, ആ 80 മാർക്കിന് 64ലോട്ട് കൺവേർട്ട്. അപ്പം നമ്മൾ 100ലോട്ട് നമുക്ക് 64 മാർക്ക് ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 36 മാർക്കാണ്. സോ ആ 36 മാർക്കിൽ 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലാണ്. ഓക്കെ, 36 മാർക്കിൽ നമുക്ക് 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലാണ്. സോ ഈ പ്രാക്ടിക്കലിന്റെ 20 മാർക്കിൽ നിങ്ങൾ ഈ ഒരു 22 മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് തിയറി കിട്ടി. അതല്ലാതെ നമ്മൾ പ്രാക്ടിക്കൽ ഒരു 7 മാർക്ക് നേടിയാൽ മതി. പ്രാക്ടിക്കലിൽ മിനിമം ഒരു 20 മാർക്കാണ് പ്രാക്ടിക്കൽ നടക്കുന്നത്. സോ അവിടെ നിങ്ങൾ ഒരു 7 മാർക്ക് മിനിമം നേടിയാലാണ് നിങ്ങൾക്ക് അവിടെ പ്രാക്ടിക്കൽ വിജയിക്കാൻ പറ്റുക. +2ന്റെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തിയറിക്ക് 22 മിനിമം കിട്ടിയാലേ തിയറി പാസ്സാവുള്ളൂ, പ്രാക്ടിക്കലിന് മിനിമം 7 മാർക്ക് കിട്ടിയാലേ പ്രാക്ടിക്കൽ പാസ്സാവുള്ളൂ. ഇവിടെ നിങ്ങൾ 64 നേടിയിട്ട് പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് വട്ടപ്പൂജയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? SYCP എന്നായിരിക്കും റിസൾട്ട്. അതായത് പ്രാക്ടിക്കലിൽ തോറ്റുപോയാൽ നിങ്ങളുടെ റിസൾട്ട് ഫൈനലി വരത്തില്ല. ഓക്കെ, അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. 10ാം ക്ലാസ് ആണ് രണ്ടും നോക്കി കൂട്ടിയിട്ടാണ് നമുക്ക് മാർക്ക് വരിക. പക്ഷെ +2ന്റെ കേസിൽ തിയറി വേറെയും പാസ്സാവണം, പ്രാക്ടിക്കൽ വേറെയും പാസ്സാവണം. ഓക്കെ, സോ ഇവിടെ 22 മാർക്ക് തിയറി കിട്ടി 64 നമുക്ക്. ഓക്കെ, അതിന്റെ കൂടെ 20 മാർക്ക് പ്രാക്ടിക്കൽ അറിയുമ്പോൾ നമുക്ക് എത്ര? 84 മാർക്കായി. സോ ഈ ഒരു 7 മാർക്ക് മിനിമം നമ്മൾ നേടിയാൽ 29 ആയി. 84 29 നമുക്ക് 100ലാണ് 33% വേണ്ടത്. സോ ബാക്കി ഇവിടെ നമുക്കറിയാം ഒരു 16 മാർക്ക് ഉണ്ട്. ആ 16 മാർക്കാണ് നമ്മുടെ TMA മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൊക്കെ 16 TMA വരിക. ആ 16 മാർക്ക് നമ്മൾ മിനിമം ഒരു 4 മാർക്ക് നേടിയാൽ മതി. ഓക്കെ, സോ ഈ അസൈൻമെന്റ് കാര്യത്തിൽ മിനിമം മാർക്ക് എടുക്കണം നിർബന്ധമല്ല. കാരണം ഈ പറഞ്ഞ 64-64ഉം 20-20 നേടിയ കുട്ടിക്ക് അസൈൻമെന്റ് 0 ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പാസ്സാവും. ഇവിടെ നമ്മൾ മിനിമം 4 മാർക്ക് എടുക്കേണ്ട എപ്പോഴാ? ഇവിടെ നമ്മൾ തിയറി മിനിമം ആയിട്ടുള്ള 22 അതേപോലെ പ്രാക്ടിക്കലിന്റെ മിനിമം ആയിട്ടുള്ള 7 മാത്രമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിലാണ് അവിടെ 4 മാർക്ക് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടത്. അതല്ല ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആ മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് TMAയിൽ മാർക്ക് ഇല്ലെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അതേപോലെ
ഇവിടെ ഏതെങ്കിലും ഒരു പേപ്പറിൽ 22 കുറവ്, ഇപ്പോൾ 64 22 കുറവായാൽ നമ്മൾ ആ തിയറി ജയിക്കത്തില്ല. ഓക്കെ, മിനിമം 22 മാർക്ക് നമുക്ക് വേണം. പ്രാക്ടിക്കൽ ആണെങ്കിൽ മിനിമം 7 മാർക്ക് വേണം. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എന്തുകൊണ്ട്. നമ്മൾ നല്ല മാർക്ക് 64 60 മാർക്ക് ഉണ്ടാവും, പക്ഷേ ഇവിടെ നമുക്ക് 20 5 മാർക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ തോറ്റു. കാരണം എന്താ, പ്രാക്ടിക്കൽ നമുക്ക് മിനിമം 7 മാർക്ക് വേണം. സോ അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. കാൽക്കുലേഷൻ കണക്കാണ്, കേൾക്കാൻ വലിയ രസം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ 64 20 60 എന്ന് പറയുന്നത് തിയറി മാർക്കും അതേപോലെ പ്രാക്ടിക്കൽ മാർക്കും നമ്മുടെ TMA മാർക്ക്, ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നമുക്ക് 100 മാർക്ക് വരുന്നത്. സയൻസ് ഒക്കെ പോലത്തെ സബ്ജക്ട്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ 64 മിനിമം 22 എടുത്താൽ മതി, 20 മിനിമം 7 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുണ്ടോ 29 എന്നാൽ 33 നമുക്ക് വെറും 4 മാർക്കാണ് വേണ്ടത്. സോ അങ്ങനെയാണ് നമുക്ക് 33 ആണ്. 33 100ൽ 33 മാർക്ക് കിട്ടിയാൽ മതി, പാസ്സാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തിയറി നിങ്ങൾ 64 60 എടുക്കുകയാണെങ്കിലും നിങ്ങൾ മിനിമം പ്രാക്ടിക്കൽ എത്ര 7 എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് TMA 0 ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം അവിടെ നമുക്ക് മൊത്തം 33% മാർക്കിന്റെ മുകളിൽ പോയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ തിയറിക്ക് പ്രാക്ടിക്കൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മിനിമം മാർക്ക് എത്ര എന്നുള്ളത് നമ്മൾ അതിന്റെ ലിമിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ലാബുള്ള സബ്ജക്ട്സിന്റെ മാർക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 10ാം ക്ലാസ്സിൽ ലാബൊക്കെ ഉള്ള വിഷയങ്ങൾക്ക് എങ്ങനെ മാർക്ക് വരാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരികയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ നമുക്കറിയാം തിയറിക്കും പ്രാക്ടിക്കലും വേറെ വേറെ മാർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് മാർക്ക് വരിക. സോ നമുക്കറിയാം 10ാം ക്ലാസ് SSLC മാത്സ് അതേപോലെ SSLC സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ കുട്ടികൾ 85 മാർക്കിനായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. സോ ലാബുള്ള വിഷയങ്ങളാണത്. സോ അവിടെ നമ്മൾ 85 മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ 68 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ 85 മാർക്ക് എടുത്താൽ 85 ആയിരിക്കണം, 85 ഇൻറ്റു 68 അതായിരിക്കും 68 മാർക്ക്. സോ ഈ 85ന്റെ പകരം നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത് വേറെ എത്ര മാർക്കാണെങ്കിലും, ഇപ്പോൾ നമുക്ക് ഒരു 30 ആണെങ്കിൽ 30/85 മാർക്കായിരിക്കും നമുക്ക് ലഭിക്കുക. സോ കൺവേർട്ടഡ് മാർക്കിന്റെ കാൽക്കുലേഷൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 85 മാർക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുക 68ലോട്ടാണ്. നമ്മുടെ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഈ 85 എഴുത്ത് പരീക്ഷ നിങ്ങൾ എഴുതി വാങ്ങിയ മാർക്ക് 85ന്റെ അവിടെ എത്രയാണോ മാർക്ക് അതിനെ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ 68ന്റെ കൂടെയുള്ള മാർക്ക് 68 എന്ന് പറയുന്ന തിയറിയുടെ മാർക്ക് മാത്രമാണ്. അതിന്റെ കൂടെ പ്രാക്ടിക്കലിന്റെ 15 മാർക്കും കൂടെ ആഡ് ആവും. സോ 68 മാർക്ക് തിയറി. ഈ 68 തിയറി 68 ആവില്ല നമ്മൾ എഴുതിയിട്ടുണ്ടാവും, നമ്മൾ 85 മാർക്ക് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ 15 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ മാർക്ക് കൂടും. സോ 68ഉം 15ഉം കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം 83 മാർക്കാണ് വരിക. സോ ഇവിടെ 68ഉം 15ഉം ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ 85ൽ 85 വാങ്ങിയൊരു കുട്ടിയാണെങ്കിൽ 68 ആയിരിക്കും അതിന്റെ മാർക്ക്. സോ ഈ 68 മാർക്ക് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിന് 0 ആണെങ്കിൽ പോലും നമുക്ക് ടോട്ടലി വേണ്ടത് 27 മാർക്കാണ് നമ്മൾ പാസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ പ്രാക്ടിക്കലിന് 15 നേടിയിട്ട് ബാക്കി നമുക്ക് ഒരു 10 മാർക്കൊക്കെ അല്ലെങ്കിൽ 12 മാർക്കൊക്കെ നമ്മൾ ഇതിന് തിയറിയിൽ നിന്ന് എടുത്താലും നമ്മൾ പാസ്സാകും. കാരണം ഇവിടെ തിയറി പ്രാക്ടിക്കൽ ഒറ്റ മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. SYC മാത്രം, അതായത് തിയറിയിൽ വേറെ ജയിക്കണം പ്രാക്ടിക്കൽ വേറെ ജയിക്കണം. +2 മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, രണ്ടിന്റെയും മാർക്ക് മിക്സ് ചെയ്തിട്ടാണ് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് എവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫൈനലി നമുക്ക് 27 മാർക്ക് 83 ഉണ്ടായാൽ മതി. ഓക്കെ, ഈ 83 എന്ന് പറയുന്നത് തിയറിയുടെയും പ്രാക്ടിക്കലിന്റെയും മാത്രം മാർക്ക് കൺസിഡർ ചെയ്താൽ പിന്നെ അതിന്റെ കൂടെ ബാക്കി കണ്ട 100ൽ 83 എന്ന് പറയുമ്പോൾ ബാക്കി ഒരു 17 മാർക്കിന്റെ ഷോർട്ടേജ് ഉണ്ട്. അത് നമ്മുടെ TMA ആണ്. ആ 17 മാർക്ക് TMA ആണ്. സോ ഈ ഒരു ഇപ്പൊ നമുക്ക് ഇവിടെ 83ൽ 27 മിനിമം കുട്ടി മേടിച്ചിരിക്കണം. അതിന്റെ മുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് പാസ്സാവാനാണ് എന്നുണ്ടെങ്കിൽ 83ന്റെ കൂടെ 17 എന്ന് പറയുമ്പോഴാണ് നമുക്ക് 100 വരിക. സോ ഈ 83ൽ നിങ്ങൾ 27 ആണെങ്കിൽ അപ്പോൾ നമുക്ക് 0 മാർക്ക് അസൈൻമെന്റ് എടുത്താൽ നമുക്ക് ടോട്ടലി 100ൽ 27 ആവത്തുള്ളൂ. സോ 33 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6 മാർക്ക് മിനിമം നേടണം. സോ അപ്പോഴാണ് 33 ഔട്ട് ഓഫ് 100 ആവുക. സോ അങ്ങനെയാണെങ്കിൽ TMA നിങ്ങൾ മിനിമം 6 മാർക്ക് നേടണം. അതല്ല ഇവിടെ തന്നെ നമ്മൾ 33 മാർക്ക് 83ൽ നിങ്ങൾ 83 മാർക്ക് തന്നെ നിങ്ങൾ 33ന് മുകളിൽ മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു TMA ആബ്സെന്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അവിടെ ജയിച്ചിട്ടുണ്ട്. കാരണം ഫൈനലി അഗ്രിഗേറ്റ് മാർക്കായിട്ടുള്ള 33 നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും ഒക്കെ ഓരോ പേപ്പേഴ്സിന്റെയും മാർക്കുകൾ വാലിഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. NIOSന്റെ പബ്ലിക് എക്സാം എഴുതിയ കുട്ടികൾ 100 മാർക്കിനോ അതല്ല എങ്കിൽ 85 മാർക്കിനോ അതല്ലെങ്കിൽ 80 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവുക. സോ 100 മാർക്കിന്റെ എക്സാമിനേഷൻ നിങ്ങൾ തിയറി മാത്രമാണ് ഈ മാർക്ക് എങ്കിൽ ആ 100 മാർക്കിനെ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാ 100നെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് TMA മാർക്കും കൂടിയിട്ടാണ് 100 വരിക. ഈ 100ലാണ് നമ്മൾ എത്ര എടുക്കേണ്ടത് 33 എടുക്കേണ്ടത്. സോ 80ൽ നിങ്ങൾ 26 എടുത്താൽ ഈ TMAയിൽ നിങ്ങൾ മിനിമം 7 എടുക്കുക. 26 + 7 എന്നാണ് 33. 80ൽ നിങ്ങൾ 80 എടുത്താൽ TMA 0 ആയാലും കുഴപ്പമില്ല. 80ൽ നിങ്ങൾ 33 എടുത്താലും TMA 0 ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്ക് ആണ് നമുക്ക് അഗ്രിഗേറ്റ് മാർക്കായിട്ട് വരിക. ഇനി 85ലാണ് നമ്മൾ 85 മാർക്കാണ് നമ്മൾ എടുത്തതെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക 68 മാർക്കിലോട്ടാണ്. ഈ 68 മാർക്കിന്റെ കൂടെ പ്രാക്ടിക്കലിന്റെ ഇത് തിയറിയാണ്, പ്രാക്ടിക്കലിന്റെ 15 കൂടെ മിക്സ് ആക്കും. സോ അങ്ങനെ 83 മാർക്ക് 83 മാർക്കിൽ നിങ്ങൾ 33 മാർക്ക് എടുത്താൽ പിന്നെ TMA
ആയിട്ടുള്ള 16 മാർക്ക് നമുക്ക് ആവശ്യമില്ല. സോ 16 മാർക്കിന്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ 27 മിനിമം എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് TMAയിൽ 6 മാർക്ക് നേടി 27 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 33. അങ്ങനെ നമ്മളൊരു 6 മാർക്ക് നേടേണ്ടി വരും. അപ്പൊ നമുക്ക് 100-ൽ 33 അഗ്രിഗേറ്റ് മാർക്ക് ഈ ഒരു 10ാം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ്, ഇത് നമ്മൾ പറഞ്ഞ ലാബ് ഇല്ലാത്ത വിഷയങ്ങളാണ്. ഇനി പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ എടുത്ത കുട്ടിയാണ് 80-നെ നേരെ കൺവേർട്ട് ചെയ്യുന്നത് 64-ലോട്ടാണ്. അതിന്റെ കൂടെ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള 20 മാർക്ക് ആഡ് ആവും. അപ്പൊ നമുക്ക് 84 ആവും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് 16 മാർക്കാണ്. ഇവിടെ ഞാൻ SSLC പറഞ്ഞതിൽ 83-ന്റെ കൂടെ 16 ആകുമ്പോൾ 99 ആണുള്ളൂ. 17 മക്കളെ. 17-ലാണ് നമുക്ക് മിനിമം 6 മാർക്ക് വേണ്ടത്. 17-ലാണ്. സോ 83-ഉം 17 ആകുമ്പോഴാണ് നമുക്ക് 100 തന്നെ. ഇവിടെ നമ്മുടെ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 80 മാർക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിന് 64-ലോട്ട് കൺവേർട്ട് ചെയ്യും, തിയറി മാത്രം. അതിന്റെ കൂടെ 20 മാർക്ക് പ്രാക്ടിക്കൽ. ഇത് തിയറി, ഇത് പ്രാക്ടിക്കൽ, രണ്ടും ആഡ് ആയാലും നമുക്ക് 84 മാർക്ക് വരുള്ളൂ. ബാക്കി 16 മാർക്ക് നമുക്ക് TMA ആണ്. സോ അങ്ങനെയാണ് നമുക്ക് 100 മാർക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ 64-ൽ മിനിമം 22 മാർക്ക് തിയറിക്ക് എടുത്തിരിക്കണം. അതിന്റെ കൂടെ പ്രാക്ടിക്കലിൽ മിനിമം 7 മാർക്ക് എടുക്കണം. ബാക്കി നമുക്ക് ഒരു 4 മാർക്ക് നമ്മുടെ TMA കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 33 ആവും. അതാണ് നമ്മുടെ 33 ഔട്ട് ഓഫ് 100 എന്ന് പറയുന്ന അഗ്രിഗേറ്റ് മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ പേപ്പേഴ്സ്. ഏകദേശം എല്ലാ പേപ്പേഴ്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുണ്ടാവും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. പരീക്ഷ എഴുതുമ്പോൾ ഞാൻ 100-ൽ 100 മാർക്കിന് എഴുതിയിട്ടും എനിക്ക് ഇങ്ങനെ 80-ലാണ് മാർക്ക് വന്നതെന്നുള്ളൊരു സംശയം വരും. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ അങ്ങനെ ഒരു സംശയം, നമ്മുടെ റിസൾട്ടിന്റെ ഷീറ്റിൽ 80 എന്ന് കാണുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത മാർക്കാന്ന് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. 64, 68 ഒക്കെ അറിയുമ്പോൾ അവർക്ക് തെറ്റിയാന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടികൾ റീവാലുവേഷൻ കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാർക്ക് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും മിക്ക കുട്ടികൾക്കും. സോ മക്കളെ, നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പഠിച്ചു വെക്കുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. ആ ഒരു തന്ന മാർക്ക് വെച്ചിട്ട് കറക്റ്റ് അല്ലേ നോക്കുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റീചെക്കിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ നഷ്ടപ്പെട്ട മാർക്കുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് മക്കളെ. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ഒരു പറഞ്ഞ കാര്യം കുറച്ച് കണക്കായതുകൊണ്ട് കണക്ക് തന്നെ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ മറക്കണ്ട മക്കളെ, നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നമ്മുടെ ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് മൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പ്ലസ് ടു പഠിച്ച് റിസൾട്ട് കാത്തിരിക്കണം, അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ കുട്ടികളൊക്കെ ഡിഗ്രിയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ക്ലാസ് കിട്ടണം, ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വന്നോളൂ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.